morning friends. Today we will discuss the topic of dynamics of machinery. We will the first topic static force analysis. Let's see static force analysis. We are considering forces. There are two kinds of forces. One is constrained force, other is applied force. Constrained force is ഒരു 4 bar ലിങ്ക് വരയ്ക്കട്ടെ, സ്ലൈഡർ ക്രാങ്ക്. ഓക്കെ, സ്ലൈഡർ ക്രാങ്ക്. ഇതിൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇതിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഈ മെമ്പറിന് ഈ റൊട്ടേഷണൽ മോഷൻ കൊടുക്കാനായിട്ട് അതിൽ കൺസ്ട്രെയിൻ്റായി മാത്രം അപ്ലൈ ചെയ്യപ്പെടാവുന്ന ഫോഴ്സ്, അതാണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സ്. ഈ സ്ലൈഡറും ഈ ക്രാങ്കും തമ്മിൽ ഒരു കൺസ്ട്രെയിൻഡ് മോഷൻ ഉണ്ടാവും. ഫോഴ്സുകൾ F12 F21, ഫോഴ്സ് ഓൺ ഫസ്റ്റ് ഓൺ 2 ആൻഡ് ഫോഴ്സ് ഓഫ് 2 ഓൺ 1. ആൻഡ് അപ്ലൈഡ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒരു 4 bar ലിങ്കേജിൽ നമ്മൾ അഡീഷണലായി കൊടുക്കുന്ന ഫോഴ്സസ് എനിവെയർ ഓൺ ദി മെക്കാനിസം അറ്റ് എനി ആംഗിൾ എനി വാല്യൂ ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്. നമ്മൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സസ്. ഇനി 2 ഫോഴ്സ് ആൻഡ് 3 ഫോഴ്സ് മെമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. ഇത് വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഓഫ് 2 ഫോഴ്സ് ആൻഡ് 3 ഫോഴ്സ് മെമ്പേഴ്സ് എന്നാണ് നമ്മൾ നോക്കാം. ഒരു 4 bar ലിങ്ക് അങ്ങനെ കൺസിഡർ ചെയ്യാം. അതിൻ്റെ ഒരു ലിങ്ക് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ടുണ്ട്. 2 ഫോഴ്സ് മെമ്പർ എന്നാണ് 2 ഫോഴ്സ് ആക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻ 2 ഫോഴ്സും കൊളീനിയർ ആയിരിക്കണം. ഈക്വൽ, പാരലൽ, ഓപ്പോസിറ്റ് ആണ് കണ്ടീഷൻ. കൊളീനിയർ along the straight line, equal and opposite. ബോത്ത് എൻഡ്സിലാണ് കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ആക്ട് ചെയ്യുക. ആ പെയർസിൽ, അതായത് കണക്ട് ചെയ്യുന്ന ആ പോയിന്റുകൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആവാം. ബട്ട് ഈ 2 ഫോഴ്സസും F1 ആൻഡ് F2 മസ്റ്റ് ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് അലോങ് ദി സെയിം ലൈൻ. ഇതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. Magnitude of force F1 and magnitude of force F2 must be equal. And F1 is negative of the vector F2. Okay. Second case, there can be a 2 force member with 2 forces. രണ്ടും ഈക്വൽ ആണ്, opposite ആണ്, but they are not along the same line, F1 and F2. ഇനിയിപ്പോൾ F1 and F2 ഇവിടെ ഒരു ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല, പക്ഷേ F1 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന മാഗ്നിറ്റ്യൂഡിലൊരു ടോർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ടത് 3 ഫോഴ്സ് മെമ്പർ. 3 ഫോഴ്സ് മെമ്പർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം 3 ഫോഴ്സസ് ആക്ട് ചെയ്യും. എനി 3 ഫോഴ്സസ് അറ്റ് 2 പോയിന്റ്സിലും 2 പോയിന്റ്സിൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസും ഒരു അപ്ലൈഡ് ഫോഴ്സ് എനിവെയർ ഓൺ ദി ലിങ്ക്. എനിവെയർ ഓൺ ദി ലിങ്ക് ഇറ്റ് ക്യാൻ ആക്ട്. Now, ഇതിൻ്റെ കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ്, വെക്ടർ സം ഓഫ് ഓൾ ദി 3 ഫോഴ്സസ് മസ്റ്റ് ആഡ് ടു 0. എന്ന് വെച്ചാൽ ഈ ഫോഴ്സുകൾ വെച്ച് നമുക്കൊരു ക്ലോസ്ഡ് കണ്ടിന്യൂസ് പോളിഗൺ വരയ്ക്കാൻ കഴിയണം. ഇതിനെ നമ്മൾ ഫോഴ്സ് പോളിഗൺ എന്ന് പറയും. ഇവിടെ നമ്മൾ ആദ്യം let me name the forces first. Wait, let me name it. Let this be the continuous system of forces.
drawn from the head of F1 and F3 is drawn from the head of F3. We got a continuous closed force triangle. ഇത് നിർബന്ധമില്ല എങ്ങനെ വരയ്ക്കണമെന്ന്. F1 നിന്ന് F2 വരയ്ക്കുന്നതിന് പകരം F3 വരച്ചും തുടങ്ങാം. ബട്ട് F3 വരയ്ക്കുമ്പോൾ F3 ഡയറക്ഷനിൽ വരയ്ക്കണം, F2 വരയ്ക്കുമ്പോൾ F2ൻ്റെ ഡയറക്ഷനിൽ. എങ്ങനെ വരച്ചാലും F2 അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് നമ്മൾ വരച്ചിട്ടുണ്ട്. പക്ഷേ എങ്ങനെ വരച്ചാലും ഉത്തരം കറക്റ്റായിരിക്കും. F2ഉം F3യും അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ആൻസർ കറക്റ്റായിരിക്കും. ഓർഡറിൽ വരയ്ക്കണം നിർബന്ധമൊന്നുമില്ല. ഇനി സിസ്റ്റത്തിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ ലിങ്കിൽ നിന്ന്? ഈ 3 ഫോഴ്സും എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ അവർ കൂട്ടിമുട്ടും. ഈ പോയിന്റിനെ പോയിന്റ് ഓഫ് കൺകറൻസ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഈ 3 ഫോഴ്സസും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടും. അതിനെ പോയിന്റ് ഓഫ് കൺകറൻസി എന്ന് പറയാം. അപ്പോൾ ഈ ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിൽ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഇവർ കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ക്ലോസ്ഡ് പോളിഗൺ വരയ്ക്കാനും കഴിയുള്ളൂ. അതേപോലെ തന്നെ ഒരു പോയിന്റിൽ അവർ കൂട്ടിമുട്ടുകയുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ അവർ ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല. Let me rub the board. Please wait. Okay. ഇനി ഒരു 2 ഫോഴ്സ് മെമ്പർ വിത്ത് ടോർക്ക് ആണെങ്കിൽ എന്താണ് നോക്കാം. വിത്ത് ടോർക്ക് T and F1 and F2 acting not along the same line but equal and opposite in direction. ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് D ആണ് F1 F2 തമ്മിൽ. ഇനി ഇതിൻ്റെ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം F1 F2ൻ്റെ റിസൾട്ടൻ്റായി വരുന്ന ടോർക്ക് F1 F2 കാരണം ടോർക്ക് ഉണ്ടാവാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടോർക്ക് ഇപ്പോഴുള്ള അപ്ലൈഡ് ടോർക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈക്വൽ മാഗ്നിറ്റ്യൂഡിലാണെങ്കിൽ T ഡാഷ് എന്നൊരു ടോർക്കാണ് F1 × D ഓർ F2 × D നമുക്ക് പറയാം കപ്പിൾ. ഈ ടോർക്ക് നമ്മുടെ അപ്ലൈഡ് ടോർക്കിൻ്റെ സെയിം മാഗ്നിറ്റ്യൂഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ആണെങ്കിൽ, അതായത് ഇത് ക്ലോക്ക് വൈസ് ആണ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, ഇത് ക്ലോക്ക് വൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ ഇക്വിലിബ്രിയത്തിലാണ്. ഇതാണ് 2 ഫോഴ്സ് മെമ്പർ വിത്ത് ടോർക്കിൻ്റെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ആൻഡ് നാച്ചുറലി F1 F2 മസ്റ്റ് ബി ഈക്വൽ. കാരണം ഫോർ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ അവിടെ തന്നെ കീപ്പ് ചെയ്യണം. F1 is equal to minus of F2. Okay. Next. ഇനി നമ്മൾ നോക്കുന്നത് 15 മാർക്കിന് ഇതെന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് us see ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു 4 ബാർ ലിങ്കേജിൻ്റെ ഒരു പ്രോബ്ലം. ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ എങ്ങനെ തുടങ്ങണം, ഏത് സ്റ്റെപ്പിലൂടെ പോകണം എന്നുള്ളതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ABCD എന്നൊരു 4 ബാർ ലിങ്കേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലെങ്ത്തുകളും ആംഗിളുകളും ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇതിൽ കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ഇല്ല. അപ്ലൈഡ് കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ഉണ്ട്, കൺസ്ട്രെയിൻഡ് ഫോഴ്സസ് ഇല്ലാതിരിക്കില്ല. അതുണ്ട്. അപ്ലൈഡ് ഫോഴ്സസ് ഇല്ല. 1 2 3 4. ഈ കേസിൽ അപ്ലൈഡ് ഫോഴ്സസ് ഇല്ലാത്തത് കാരണം ഏതൊക്കെ ഫോഴ്സ് ഉണ്ടാവാം? 1 on 2 ഫോഴ്സ് അപ്ലൈഡ് ബൈ 1 on 2, ഫോഴ്സ് അപ്ലൈഡ് ബൈ 2 on 3, ഫോഴ്സ് അപ്ലൈഡ് ബൈ 3 on 4, ഫോഴ്സ് അപ്ലൈഡ് ബൈ 4 on 1. ഇനി നേരെ റിവേഴ്സിലും വരാം. ഫോഴ്സ് അപ്ലൈഡ് ബൈ 2 on 1, ഫോഴ്സ് അപ്ലൈഡ് ബൈ 2 on 3 on 2, ഫോഴ്സ് അപ്ലൈഡ് ബൈ 4 on 3, ഫോഴ്സ് അപ്ലൈഡ് ബൈ 1 on 4. ഓക്കെ, ഇനി ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം പ്രകാരം ഈ എല്ലാ ഫോഴ്സ് പെയേഴ്സും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് നെഗറ്റീവ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഈ 4 പെയേഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കണം. ഇതാണ് ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം. ഇനി F14 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സർട്ടഡ് ബൈ 1 on 4, ഫോഴ്സ് എക്സർട്ടഡ് ബൈ 2 on 3 എന്ന് പറഞ്ഞാൽ F23. ഇതിൽ എല്ലാ മെമ്പേഴ്സും ഓൾ 2 ഫോഴ്സ് മെമ്പേഴ്സ് ആണ്. 4 ലിങ്കും 2 ഫോഴ്സ് മെമ്പേഴ്സ് ആണ്. ഇനി ഒരു അപ്ലൈഡ് ഫോഴ്സ് വന്നാൽ എങ്ങനെ ഫേസ് ചെയ്യാൻ പ്രോബ്ലം എന്ന് നോക്കാം. നമുക്ക് ഒരു അപ്ലൈഡ് ഫോഴ്സ് F തന്നിരിക്കട്ടെ. BC പറഞ്ഞ ലിങ്കിൽ ഏതൊരു പോയിന്റിൽ
F പറഞ്ഞ ഫോഴ്സ് അറ്റ് സം ഇൻക്ലിനേഷൻ ടു ദ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ അത് തരും. അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ two force members. We have to identify the two force members of the 4-bar linkage. ഏതൊക്കെയാണ് നോക്കാം. Second and fourth are the and first are the two force members of the linkage, and three force members. There's only one three force member, that is link number 3. എല്ലാ ലിങ്കിലും രണ്ട് കൺസ്ട്രെയിൻ ഫോഴ്സസ് ഉണ്ട്. ലിങ്ക് 3ൽ ഒരു അപ്ലൈഡ് ഫോഴ്സും കൂടി വന്നു. അപ്പോൾ ലിങ്ക് 3 is a 3 force member. സോ നമുക്ക് ഇനി നോക്കാം. അതായത് ടു ഫോഴ്സ് മെമ്പേഴ്സ് എന്നാണ് ഇതിൻ്റെ സ്റ്റെപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ടു ഫോഴ്സ് മെമ്പർ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ കൺഫ്യൂഷൻ. ലെറ്റ് us സ്റ്റാർട്ട് ഫ്രം CD, ഫോർത്ത് ലിങ്ക്. Let us start by link 4. Link 4. Yes. Link 4 is a two force member. It's a DC. Okay. Which are the two forces acting on the fourth link? Force applied by 1 on 4 and force applied by 3 on 4. 2 will not have any effect on 4 because രണ്ടും നാലും ഒരു ബന്ധമില്ല. Okay. അടുത്ത ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. ടു ഫോഴ്സ് മെമ്പറാണ്, രണ്ട് ഫോഴ്സും ഈക്വൽ മാഗ്നിറ്റ്യൂഡിൽ ഈക്വൽ ആവുക എന്നുള്ളതാണ് ഒരു കണ്ടീഷൻ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുക എന്നുള്ളത് അടുത്ത കണ്ടീഷൻ. രണ്ടും ഒരേ ലൈനിലാവുക എന്നുള്ളത് അടുത്ത കണ്ടീഷൻ. കോളീനിയർ, ഒരേ ലൈനിൽ, അത് എലോങ് CD ആയിരിക്കും. എലോങ് ആ ലിങ്ക് ആയിരിക്കണം ഈ രണ്ട് ഫോഴ്സസും ആക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ലിങ്കിന് എലോങ് നമുക്ക് ഡയറക്ഷൻ നമുക്കറിയില്ല, അത് ഏത് ഡയറക്ഷൻ വേണമെങ്കിലും ആകാം. അപ്പോൾ നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ മാത്രം അടയാളപ്പെടുത്തി. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F D എന്ന് പറഞ്ഞ പോയിന്റിൽ ഏതൊക്കെയാണ് 1ഉം 4ഉം കൂടെ അല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ F14 ഫോഴ്സ് എക്സെർട്ട് ബൈ 1 on 4. സിമിലർലി സിയിൽ ഫോഴ്സ് എക്സെർട്ട് ബൈ 3 on 4. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F34. അടുത്തത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഡയറക്ഷൻ ഇതെങ്ങോട്ടാണോ അതിൻ്റെ ഓപ്പോസിറ്റ് മേലെ വരാം. അത് തിരിച്ച് മറിച്ച് എങ്ങനെ വേണമെങ്കിൽ വരാം, അത് നമുക്കറിയില്ല. തൽക്കാലം ഇത് ഇവിടെ നിർത്തി. ലൈൻ ഓഫ് ആക്ഷനുകൾ അടയാളപ്പെടുത്തി ഇതാണ് നിർത്തി. ഇനി അടുത്ത മെമ്പർ ഒരു 3 ഫോഴ്സ് മെമ്പർ വേണം ചൂസ് ചെയ്യാൻ. ഈ 2 ഫോഴ്സ് മെമ്പറുമായി കണക്ട് ചെയ്തിരിക്കുന്ന 3 ഫോഴ്സ് മെമ്പർ, അതായത് BC എന്ന് പറഞ്ഞ മെമ്പർ. ഓക്കെ, ഇതെങ്ങനെ വരയ്ക്കുക എന്ന് വെച്ചാൽ CD-ന് അതേ ആംഗിളിൽ അപ്പുറത്തും BC-യുടെ അതേ ആംഗിളിൽ വേണം ഇവിടെ നമ്മൾ BC സെപ്പറേറ്റ് ഫ്രീ ബോഡി എടുത്ത് വരയ്ക്കുമ്പോൾ വരയ്ക്കാൻ. ഇനി ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമിൽ F അപ്ലൈഡ് ഫോഴ്സ് ഉണ്ട്. തേർഡ് ലിങ്ക് ആയതുകൊണ്ട് ഫോഴ്സ് എക്സെർട്ട് ബൈ ഫോർത്ത് ലിങ്ക് ഓൺ തേർഡ് ലിങ്ക് ഉണ്ട്. ഫോഴ്സ് എക്സെർട്ട് ബൈ സെക്കൻഡ് ലിങ്ക് ഓൺ തേർഡ് ലിങ്ക് ഉണ്ട്. ഇതാണ് കൺകറന്റ് സിസ്റ്റം ഓഫ് ഫോഴ്സസ്. ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷനിൽ കൺകറന്റ് ഫോഴ്സസ് ആണ് ഇവർ 3 പേരും. അതായത് 3 പേരും കൂടെ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്ന അർത്ഥം. ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിലാണ് F ആക്ട് എന്ന് വിചാരിക്കുക. സർട്ടൻ ഡിസ്റ്റൻസ് ഫ്രം B തന്നിട്ടുണ്ടാവും. ആ ഡിസ്റ്റൻസ് എടുക്കുക, ആ പോയിന്റിൽ F സെയിം ഇൻക്ലിനേഷനിൽ വരച്ചിടുക. ഇനി F43 നമുക്ക് ഫ്രം കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം F43 ആൻഡ് F34 മസ്റ്റ് ബി ഈക്വൽ. അപ്പോൾ F34ഉം F43ഉം ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. അപ്പോൾ F34ൻ്റെ സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആയിരിക്കും F43ക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ബട്ട് സെയിം ലൈൻ ഓഫ് ആക്ഷൻ. സോ ആ ലൈൻ ഇങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതായത് അതേ ഡയറക്ഷനിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ ഡയറക്ഷനിൽ F43 നമുക്ക് ഡയറക്ഷൻ അറിയില്ല, സോറി, സെയിം ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് F34ൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും F43. ദിസ് ഇസ് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F43. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റ് ഓഫ് കൺകറൻസ്. ഇനിയുള്ള കണ്ടീഷൻ 3 ഫോഴ്സസും പോയിന്റ് ഓഫ് കൺകറൻസിലൂടെ പാസ് ചെയ്യണം. ഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F23, അതും പോയിന്റ് ഓഫ് കൺകറൻസിലൂടെ പാസ് ചെയ്യും. ഈ 3 പാസ് ചെയ്ത് പോയിന്റ് ഓഫ് കൺകറൻസിലൂടെ, അത് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F23, സെക്കൻഡ് ലിങ്ക് ഓഫ് തേർഡ് ലിങ്ക്. ഇനി ഫോഴ്സ് ഓഫ് ഇതിന് നമുക്ക് ഇപ്പോൾ ഒന്നിൻ്റെ മാത്രമേ ഡയറക്ഷനും ഇതും അറിയുള്ളൂ.
ഡയറക്ഷൻ മാഗ്നിറ്റ്യൂഡ് അറിയുള്ളൂ. മറ്റ് രണ്ടെണ്ണത്തിൻ്റെയും നമുക്ക് ലൈൻ ഓഫ് ആക്ഷൻസ് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് ശ്രദ്ധിക്കാം. ആദ്യം നോൺ ഫോഴ്സ്, ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും അറിയുന്ന ഫോഴ്സ് എഫ്, അത് അതേ ഡയറക്ഷനിൽ മാഗ്നിറ്റ്യൂഡിനെ സ്കെയിൽ ചെയ്ത് വരയ്ക്കാം. ടു സ്കെയിൽ വരയ്ക്കുക, ഏതെങ്കിലും 1:2 സം സ്കെയിൽ എടുത്ത് അത് വരയ്ക്കാം. നെക്സ്റ്റ് തിങ് നമ്മൾ പോളിഗൺ വരയ്ക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ വെച്ചാൽ ഓർഡർ നമുക്ക് നിർബന്ധമില്ല, എങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഇതിൻ്റെ എഫിൻ്റെ ഹെഡിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F43 നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F23 ഏത് വേണമെങ്കിൽ വരയ്ക്കാം. നമ്മൾ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F43 വരയ്ക്കണം. F23 വരച്ചാലും തെറ്റില്ല, അതിൻ്റെ സിമെട്രിക് ആയിട്ടുള്ള ഇമേജ് കിട്ടുള്ളൂ. ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F43 വരച്ചു. ഇനി എഫിൻ്റെ ടെയിലിൽ നിന്ന് F23യുടെ ഡയറക്ഷൻ, ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് F23 നമ്മൾ ഡ്രോ ചെയ്യണം. അത് ഡ്രോ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു കണ്ടിന്യൂസ് സിസ്റ്റം ഓഫ് ഫോഴ്സ് ആണ് നമുക്ക് വേണ്ടത്. കണ്ടിന്യൂസ് വെക്ടേഴ്സ് ആണ് ആഡ് ടു 0 എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയി കിട്ടാൻ വേണ്ടി F43 ഈ ഡയറക്ഷനിൽ ഈ ഡിസ്റ്റൻസിൻ്റെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F43യുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. F23 സിമിലർലി ഡയറക്ഷൻ അങ്ങോട്ട്, കാരണം ക്ലോസ്ഡ് ആക്കാൻ വേണ്ടി. എന്നിട്ട് F23 അത് അതിൻ്റെ ഡയറക്ഷൻ F23യുടെ ആ ഡിസ്റ്റൻസ് ഇൻറ്റു സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് F23യുടെ മാഗ്നിറ്റ്യൂഡും കിട്ടും. അപ്പോൾ സെക്കൻഡ് ലിങ്ക്, ലെറ്റ്സ് ടേക്ക് സെക്കൻഡ് ലിങ്ക്. എ ബി സെയിം ഇൻക്ലിനേഷനിൽ നമ്മൾ വരയ്ക്കുകയാണ്. എന്നതിന് ശേഷം ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയായിരിക്കും? സെക്കൻഡ് ലിങ്കിൽ ഫോഴ്സ് ഓഫ് 1/2 ആൻഡ് ഫോഴ്സ് 3/2. ഫോഴ്സ് അപ്ലൈഡ് ബൈ 3/2 നമുക്ക് എളുപ്പം കിട്ടുമെന്ന് വിചാരിക്കണം. ഫോഴ്സ് അപ്ലൈഡ് ബൈ 3/2 ഈസ് ദ ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഫോഴ്സ് ഓൺ 2/3. F23 നമ്മുടെ കയ്യിലുണ്ട്, അതിനെ സെയിം ഡയറക്ഷനിൽ ഡ്രാഫ്റ്റർ വെച്ച് അങ്ങനെ മൂവ് ചെയ്ത് ബിയിൽ നിന്ന് നമ്മൾ വരയ്ക്കണം. ബട്ട് F23യുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ട് വേണം വരയ്ക്കാൻ. F32. ഓക്കെ, ഇനി F12 നമുക്ക് വരയ്ക്കണം എയിലൂടെ. അതിൻ്റെ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ F12 ഇതുവരെ ഒരു നോളജ് ഇല്ല. ബട്ട് ഒരു 2 ഫോഴ്സ് മെമ്പർ ആയതുകൊണ്ട് ഇവരുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം എന്നറിയാം. എല്ലാം ദ സെയിം ലൈൻ ആണെന്ന് നിർബന്ധമില്ല. ആയാൽ ടോർക്ക് ഉണ്ടാവില്ല. ഇതിലിപ്പോൾ ആയിട്ടില്ല എന്നുള്ള ടോർക്ക് ഉണ്ടാവും. ആ ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കുക. അപ്പോൾ ഇതിൻ്റെ സെയിം ഡയറക്ഷനിൽ, സെയിം മാഗ്നിറ്റ്യൂഡിൽ, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം മാഗ്നിറ്റ്യൂഡിൽ വരയ്ക്കണം. F12. ഇനി മൊമെന്റ് ഓൺ ലിങ്ക് 2, മൊമെന്റ് അല്ലെങ്കിൽ ടോർക്ക് ഓൺ ലിങ്ക് 2, ഇതായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ F12 ഇൻറ്റു F12നെ സ്കെയിൽ മൾട്ടിപ്ലൈ ചെയ്ത് F12യുടെ കറക്റ്റ് മാഗ്നിറ്റ്യൂഡ് എടുക്കുക, ഇൻറ്റു F12ഉം F32ഉം തമ്മിലൊരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വരയ്ക്കുക. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എ ബിക്ക് പാരലായിട്ടുള്ള ഡിസ്റ്റൻസ് അല്ല നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ പെർപെൻഡിക്കുലർ വേറെ വരച്ചിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം എടുക്കാൻ. എ ബിക്ക് പാരലൽ ഡിസ്റ്റൻസ് എടുത്താൽ തെറ്റാൻ സാധ്യതയുണ്ട്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഡി അതെടുക്കുക. F12ൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൃത്യം കണ്ടുപിടിക്കുക, ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ലൈൻസ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ഒരു 15 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തതിന് താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്രോബ്ലം, ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അതേപോലെ കുറച്ചുകൂടി കടുപ്പമേറിയ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാം. താല്പര്യമുള്ളവർ വീണ്ടും വിസിറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.